അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സലാം പറഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. شر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الصلاة تنهى عن الفحشاء والمنكر. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. എനിക്കൊരു ഇഷാറ് കിട്ടുന്നില്ലല്ലോ. قال رسول الله صلى الله عليه وسلم الصلاة عماد الدين فمن تركها فقد أقام الدين فقد هدم الدين. صدق رسول الله. ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ നമ്മുടെ ഈ ചെറിയ ചുറ്റുരുത്തിൽ ആത്മീയ ചലനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന SKSSF-ന്റെ ആദരണീയനായ പ്രസിഡന്റ് അസ്ഹർ അലി ദാരിമി ഉസ്താദ് അവറുകൾ, എന്റെ ശബ്ദം ശ്രവിക്കാൻ ഇവിടെ എത്തിയിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മുബാറക്കായ മജ്ലിസ് ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഇതിനേക്കാളും ഖൈറായ വിധത്തിൽ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിവിടെ പറയുന്നതും കേൾക്കുന്നതും അവൻ പൊരുത്തപ്പെട്ട, അവൻ ഇഷ്ടപ്പെട്ട ഒരു കർമ്മമായി നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. അള്ളാഹുവിന്റെ അലംഘനീയമായ വിധിക്ക് കീഴടങ്ങി ലോകത്തിൽ നിന്ന് വേർപിരിഞ്ഞ നാളെ ഖബറിൽ കിടക്കുമ്പോൾ നമ്മൾക്കൊരു കൂട്ടുകാരനായിട്ട് ഈ അമലുൻ സ്വാലിഹ് നമ്മുടെ ഖബറിലേക്ക് അല്ലാഹു തആല എത്തിച്ചു തരുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, നിസ്കാരത്തിന്റെ മഹത്വം എന്ന് പറയുന്ന ഒരു വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ് വളരെ കുറഞ്ഞ സമയം ഇന്ന് ഇവിടെ നമുക്ക് സംസാരിക്കുവാനുള്ളത്. സ്ഥാനത്ത് സംസാരിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും ജല്ല ജലാലായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ജല്ല ജലാലായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. കാണാൻ നല്ല മനോഹരമായ രണ്ട് കണ്ണുകൾ അല്ലാഹു തആല മനുഷ്യ ശരീരത്തിൽ സംവിധാനിച്ചിട്ടുണ്ട്. പ്രവർത്തിക്കാൻ രണ്ട് കരങ്ങൾ അല്ലാഹു തആല നൽകിയിട്ടുണ്ട്.
നടന്നു പോകാൻ രണ്ട് കാലുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരാശിക്ക് നൽകിയിട്ടുണ്ട്. സംസാരിക്കുന്നത് പരസ്പരം കേൾക്കാൻ രണ്ട് ചെവികൾ അല്ലാഹു തആല മനുഷ്യ ശരീരത്തിൽ സംവിധാനിച്ചിട്ടുണ്ട്. ഇങ്ങനെ മനുഷ്യന്റെ ഏത് ഭാഗത്തിലേക്ക് നമ്മൾ എടുത്തു നോക്കിയാലും മനുഷ്യ ശരീരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ അനുഗ്രഹങ്ങളാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. രാജാതിരാജനായ റബ്ബ് തആല ഖുർആനിലൂടെ അത് ഉണർത്തുകയും അല്ലാഹു തആല ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണെന്നല്ലേ, വഇൻ തഉദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സൂഹാ വഇൻ തഉദ്ദു നിഅമത്തല്ലാഹി, ജല്ല ജലാലായ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെ നിങ്ങളൊന്ന് എണ്ണുകയാണെങ്കിൽ ലാ തുഹ്സൂഹാ, അതിനെ എണ്ണിത്തിട്ടപ്പെടുത്താൻ നിങ്ങൾക്ക് സാധ്യമല്ല. അത്രത്തോളം അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു തന്നിട്ടുണ്ട്. എന്നാൽ മാനവൻ ഇങ്ങനെ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളുടെ ഇടയിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നുണ്ടെങ്കിലും അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെ തൊട്ട് മനുഷ്യർ അശ്രദ്ധരാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. 50 വക്ത് നിസ്കാരം 5 വക്തായിട്ട് ചുരുക്കിയിട്ട് ലോകത്തിന്റെ നേതാവ് നമുക്ക് സമ്മാനമായിട്ട് നൽകിയപ്പോഴും ആ 5 വക്ത് നേരത്തെ നമസ്കാരം സമയത്ത് നിർവഹിക്കാൻ കഴിയാത്ത പരമവിഡ്ഢികളായ ഒരു സമൂഹത്തിന്റെ ഇടയിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് നിസ്കരിക്കാൻ അറിയില്ല, നമുക്ക് നിസ്കാരത്തിന്റെ ഫർളുകൾ അറിയില്ല, നമുക്ക് നിസ്കാരത്തിന്റെ ഷർത്തുകൾ അറിയില്ല. എന്നാലും നമ്മുടെ നാവിനെ പിടിച്ചു നിർത്താൻ നമുക്ക് പലപ്പോഴും കഴിയാതെ പോകുന്നു എന്ന് പറയാതിരിക്കാനും നിർവാഹമില്ല. ഒന്നാമതായി കൊണ്ട് പറയുകയാണെങ്കിൽ, ഈ ഒരു ചെറിയ തിരുത്തിൽ നമുക്ക് കഴിയാത്തതായ ഒരുപാട് കാര്യങ്ങൾ എടുത്തു പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ടാകും. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. എന്നിരുന്നാലും സാധാരണ മനുഷ്യർക്ക് ചെയ്യാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ പണ്ഡിതന്മാരായ ഉസ്താദുമാർ ഇവിടെ ചെയ്ത് അവർക്ക് തൃപ്തിപ്പെടുമ്പോഴും അതിൽ നിന്ന് ചിക്കിച്ചികഞ്ഞ് കണ്ടുപിടിച്ച് ഏതെങ്കിലുമൊക്കെ കുറ്റം പറയാൻ കാത്തു നിൽക്കുന്ന നമ്മുടെ ഇവിടുത്തെ ആളുകൾ അല്ലാഹു തആല ബോധം നൽകുമാറാവട്ടെ. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഈ ഫിത്നകൾ നമ്മുടെ നാട്ടിലേക്ക് വരുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ആഫത്ത് മുസീബാത്തുകൾ നമ്മുടെ നാടിനെ തേടി പിടിച്ചു കുലുക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ظهر الفساد في البر والبحر بما كسبت أيدي الناس. വളരെ ഗൗരവത്തോടുകൂടെ ആലോചിക്കേണ്ട വിഷയമാണ്. ظهر الفساد في البر والبحر, കടലിലും കരയിലും അല്ലാഹു തആല അവന്റെ അദാബ് ഇറക്കുന്നതാണ്. അതിന് ഒരു നാട്ടിലെ മുഴുവൻ ആളുകളും തെറ്റു ചെയ്യണമെന്നില്ല. ഒരു നാട്ടിലെ മുഴുവൻ ആളുകളും തെറ്റിലൂടെ നടക്കണമെന്നില്ല. അതിന്റെ കാരണം ഏതെങ്കിലും ഒരു മനുഷ്യൻ ചെയ്യുന്ന തെറ്റ് കാരണമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കടലിലും കരയിലും അവന്റെ അദാബ് ഇറക്കുമെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലാഹു തആല ഈ ഫിത്നയെയും അദാബിനെയും ബലാ മുസീബത്തുകളെയും ഒക്കെ ഇവിടെ ഇറക്കുന്നത്? ബിമാ കസബത്ത് ഐദിൻ നാസ്, മനുഷ്യൻ അവന്റെ കരങ്ങളെ കൊണ്ട് പ്രവർത്തിക്കുന്ന കാരണം കൊണ്ടാണ് ഇവിടെ അല്ലാഹു തആല ഫിത്ന ഇറക്കുന്നത്. പുച്ഛമാണ്. എന്ത് പറയുമ്പോഴും ചിലർക്ക് പുച്ഛമാണ്.
കാപട്യത്തിന്റെ അണമണി തൂക്കമടയാളം നിന്റെ ഹൃദയത്തിൽ അകപ്പെട്ടു പോയാൽ നിന്റെ അവസ്ഥ എന്തായിരിക്കുമെന്നറിയോ? രണ്ട് വിരലും നിന്റെ രണ്ട് ചെവിയുടെ ഉൾഭാഗത്തേക്ക് കയറ്റി വച്ചതുപോലെ നിനക്ക് ഹക്ക് പറയുന്നത് ഉൾക്കൊള്ളാൻ കഴിയില്ലടോ. നിന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിലേക്ക് സത്യം പറയുന്നത് നിനക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. മഹാന്മാരുടെ സരണികളിലൂടെ കടന്നു വന്ന ഇൽമിന്റെ ഉലൂമുകൾ നിനക്ക് പറഞ്ഞു തരുമ്പോൾ നിനക്ക് ദഹിക്കില്ല. അതിന് പണ്ഡിതന്മാരെ കുറ്റം പറഞ്ഞിട്ടോ പണ്ഡിതന്മാരെ പുച്ഛിച്ചിട്ടോ ഒന്നും കാര്യമില്ല. നാളത്തെ കപ്പലിൽ അല്ലെങ്കിൽ അടുത്ത് വരുന്ന കപ്പലിൽ എന്നെ കയറ്റി പറഞ്ഞയച്ചാലും പ്രശ്നമില്ല. അടുത്ത വർഷത്തിന് നിങ്ങൾ വയലിനെ വിളിച്ചിട്ടില്ലെങ്കിലും പ്രശ്നമില്ല. ഇത് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഒരു മിഹ്റാബിന്റെ ഉള്ളിൽ കയറിയിട്ട് ഇമാമത്ത് നിൽക്കാൻ പോലും കഴിയാത്ത സാധാരണയിൽ സാധാരണക്കാരായ മനുഷ്യരാണ് ഈ കുറ്റങ്ങൾ മുഴുവനും പറഞ്ഞ് അവർ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത്. എത്രയോ പ്രാവശ്യങ്ങൾ പറഞ്ഞു, എന്നിട്ടും കേൾക്കാൻ ഉൾക്കൊള്ളാൻ പോലും മനസ്സ് കാണിക്കാതെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഉരുണ്ടുകൂടിയ കാപട്യത്തിന്റെ അടയാളം നിന്നെ സമ്മതിക്കില്ല. കാരണം നിന്റെ ഹൃദയത്തിൽ ഈമാൻ ഒരു അണുമണി തൂക്കം പോലും കടന്നുപോയിട്ടില്ല. അല്ലാഹു ചോദിക്കുന്നുണ്ടല്ലോ, ഫഹസിബതും അന്നമാ ഖലഖനാകും അബസാ. എടാ, നിന്നെ വെറുതെ പടച്ചതാണെന്ന് നിനക്കൊരു തോന്നലുണ്ടെങ്കിൽ അത് തെറ്റാണ്. നീ ദുനിയാവിൽ നിന്ന് അഹങ്കാരത്തിന്റെ മേൽവസ്ത്രം നിനക്ക് ധരിക്കാൻ കഴിഞ്ഞേക്കാം, കിബറിന്റെ വസ്ത്രങ്ങൾ നിനക്ക് ധരിക്കാൻ കഴിഞ്ഞേക്കാം. നീ ജാട കാട്ടി നടക്കും, നിന്റെ അടുത്ത് ഈഗോ പ്രശ്നങ്ങൾ ഉണ്ടാകും. പക്ഷേ പരലോകത്തേക്ക് നീ കടന്നുപോയാൽ നിനക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് ഒരിക്കലും നീ വിചാരിക്കണ്ട. ഞാന് പറഞ്ഞുവല്ലോ, മനുഷ്യർ തമ്മിൽ പരസ്പരമുള്ള ഇടപാട് ഒരാള് പൂർത്തീകരിക്കുന്നത് വരെ അവന് സിറാത്ത് പാലം വിട്ട് കടക്കുകയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ. എന്തു പറഞ്ഞാലും പുച്ഛമാണ്. എല്ലാം അറിയുന്നവനെ പോലെ ഇങ്ങനെ നടിക്കുന്ന ചില ആളുകൾ. അർഹമുർറാഹിമായ റബ്ബേ, അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് ഞങ്ങൾക്ക് സംരക്ഷണം നൽകണേ റബ്ബേ. ഒരു നാട്ടിലെ പണ്ഡിതന്മാരെ നേതൃത്വത്തെ അംഗീകരിക്കാൻ കഴിയാതെ പോയാൽ, പണ്ഡിതന്മാരിവിടെ മൗനം പാലിച്ച് നടന്നു പോയാൽ ഇവിടെ ഫിത്നകൾ അല്ലാഹു തആല ഇറക്കപ്പെടും. ഇവിടെ ഫിത്നകൾ ഇറക്കപ്പെടും. മാത്രമല്ല, നിങ്ങൾ തെറ്റ് ചെയ്ത് നടന്നിവിടെ ഇരുട്ടിൽ അകപ്പെട്ടു പോയാൽ അല്ലാഹ് പറഞ്ഞത് മറ്റൊരു സമുദായത്തെ ഞാനിവിടെ അല്ലാഹ് നിയമിക്കപ്പെടുമെന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. ഈ സമുദായത്തെ ഒന്നടങ്കം നശിപ്പിച്ചു കളയും, എന്നിട്ട് മറ്റൊരു സമുദായത്തെ ഞാനിവിടെ ഉണ്ടാക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാട്ടിൽ ഒരു നേതൃത്വം ഉണ്ടായാൽ ആദ്യം ചെയ്യേണ്ടത് ആ നേതൃത്വം പറയുന്നത് അംഗീകരിക്കാനുള്ള ഒരു ശ്രമം നടത്തുക എന്നുള്ളതാണ്. അല്ലാതെ അവരെടുത്ത് വന്നിട്ട് ഒച്ചയും വിളിയും ഉണ്ടാക്കിയിട്ട് വായിൽ വരുന്നതൊക്കെ ഛർദ്ദിച്ച് പോകലല്ല നമ്മൾ ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയോ? നമ്മുടെ ശരീരത്തേക്കൊന്ന് നോക്കി നോക്കണം. ഞാൻ എങ്ങനെയാണ്? ഈ പറയുന്ന എന്നോടാണ് ആദ്യമായിട്ട് ഞാൻ ഉണർത്തുന്നത്. രണ്ടാമതായിട്ട് മാത്രം നിങ്ങളോട് ഞാൻ എങ്ങനെയാണ്? ശബ്ദം വലിക്കുന്നുണ്ട് നല്ലോണം. ഞാൻ എങ്ങനെയാണ്? എന്റെ മോൻ എങ്ങനെയാണ്? എന്റെ കുടുംബത്തിലുള്ളവർ എങ്ങനെയാണ് എന്നതാണ് ആദ്യം ഒരു മനുഷ്യൻ നോക്കേണ്ടത്. അതാ ഞാൻ ഇന്നലെ പറഞ്ഞത്, വീട് കക്കൂസാക്കിയിട്ട് നാട് നന്നാക്കാൻ നടക്കരുത്. ഇത് പാടില്ല. മറ്റൊരാളിലേക്ക് ഒരു വിരൽ ചൂണ്ടുന്ന കാലത്തോളം 4 വിരലുകൾ അവനിലേക്ക് ആദ്യം അവൻ ചൂണ്ടാൻ ശ്രമിക്കണം. എന്നിട്ട് 5ാമത്തെ വിരല് മറ്റൊരാളിലേക്ക് അവൻ ചൂണ്ടേണ്ടത്. ആ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു നാട്ടിലൊരു നേതൃത്വം ഉണ്ടായി കഴിഞ്ഞാൽ ആ നേതൃത്വം പറയുന്നത് ഓൾറെഡി അനുസരിക്കുക. അതാണ് ഒരു യഥാർത്ഥ മുഅ്മിനിന്റെ കടമ എന്ന് പറയുന്നത്.
അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലത് മനസ്സിലാക്കാനും നല്ലത് പ്രവർത്തിക്കാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഏതായാലും ഞാൻ എന്റെ വിഷയത്തിലൂടെ ഒന്ന് കടന്നു പോവുകയാണ്. നിസ്കാരത്തിന്റെ മഹത്വം എന്ന വിഷയത്തെ ആസ്പദമാക്കിയിട്ടാണ് ഇന്ന് സംസാരിക്കുന്നത്. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, എല്ലാവരും ഒന്ന് സങ്കൽപ്പിക്കുക, ലൗ അന്ന നഹറം ബിബാബി അഹദികും, നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെ മുമ്പിലൂടെയും ഒരു നദി ഇങ്ങനെ ഒഴുകുന്നുണ്ട് എന്ന് സങ്കൽപ്പിക്കുക. എന്നാൽ ഒരു മുഅ്മിനായ മനുഷ്യൻ യഗ്തസിലു ഫീഹി കുല്ല യൗമിൻ ഖംസ, ആ നദിയിൽ, ആ പുഴയിൽ ഒരു ദിവസം 5 പ്രാവശ്യം ഇറങ്ങി അവൻ കുളിക്കുന്നുണ്ട്. എന്നാൽ ലാ യുബ്ഖി മിൻ ദറനിഹി ശൈആ, അവന്റെ ശരീരത്തിൽ ഒരു ചെളി പോലും അവശേഷിക്കുകയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ. ഫദാലിക, ഇപ്രകാരം തന്നെയാണ് മസലു അസ്വലവാത്തുൽ ഖംസ്, 5 വക്ത് നിസ്കാരവും ഇപ്രകാരം തന്നെയാണ്. 5 വക്ത് നിസ്കാരം എന്താ? യംഹുല്ലാഹു ബിഹൽ ഖതായ, ചെയ്തു കൂട്ടുന്ന തിന്മകളെ മുഴുവനും അത് മായ്ച്ചു കളയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഇന്നൽ ഹസനാത, തീർച്ചയായിട്ടും നന്മ. നന്മ എന്ന് പറഞ്ഞാൽ ഏത് നന്മയെ കുറിച്ചാ പറഞ്ഞത്? 5 വക്ത് നിസ്കാരത്തെ കുറിച്ചാ പറഞ്ഞത്. ഇന്നൽ ഹസനാത, തീർച്ചയായിട്ടും ആ 5 നേരത്തെ നിസ്കാരം. ഹസനത്ത്, ആ ഹസനത്ത് ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിലുടനീളം കൊണ്ട് നടന്നാൽ യുദ്ഹിബിന സയ്യിആത്ത്, അവൻ ചെയ്തു കൂട്ടുന്ന തെറ്റുകൾ മുഴുവനും അല്ലാഹു തആല പുറത്തു കൊടുക്കുമെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. ഉറങ്ങുന്നുണ്ടോ? അപ്പൊ ആ നിസ്കാരം നിർവഹിക്കുന്ന ഒരു മനുഷ്യന്റെ തെറ്റുകൾ യംഹുല്ലാഹു ബിഹൽ ഖതായ, അല്ലാഹു തആല പാടെ മാറ്റുകളയുന്നതാണ്. ഏതാവട്ടെ വാൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ഖാല, അദ്ദേഹം വന്ന റസൂലുള്ളാഹിനോട് ചോദിച്ചു അത്രേ, അയ്യുൽ അമലി അഹബ്ബു ഇലല്ലാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരേ, അല്ലാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമല് ഏതാണെന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? അസ്സലാത്തു അലാ വഖ്തിഹാ, നിസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കലാണ്. നിസ്കാരം അതിന്റെ ആദ്യത്തെ സമയത്ത് നിർവഹിക്കലാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു അടിമയിൽ നിന്ന് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന കർമ്മം അതാണ്. എന്റെ പ്രഗൽഭരായ പ്രതിഭാശാലികളായ സ്വഹാബ, ബദർ യുദ്ധത്തിന് വേണ്ടി ആ സ്വഹാബത്തിനെയും കൂട്ടിയിട്ട് അള്ളാഹുവിന്റെ റസൂല് ബദറിലേക്ക് പോയപ്പോ ളുഹറിന്റെ ബാങ്ക് കൊടുത്തപ്പോൾ മുമ്പിൽ ശത്രുക്കൾ നിൽക്കുകയാണ്. 1000-ഓളം വരുന്ന ശത്രുക്കൾ. സ്വഹാബത്തിൽ നിന്ന് ഒരു വിഭാഗത്തെ കാവൽ നിർത്തി മറ്റൊരു വിഭാഗത്തോട് പറഞ്ഞു, സ്വഹാബ, നിസ്കാരത്തിന്റെ സമയമായിട്ടുണ്ട്, നിസ്കരിക്കണം സ്വഹാബ. യുദ്ധമുഖത്ത് എത്തപ്പെട്ടു. ശത്രുക്കൾ അപ്പുറത്ത് പാഞ്ഞു വരുന്നത് പോലും ശ്രദ്ധിക്കാതെ അള്ളാന്റെ റസൂല് പറഞ്ഞതെന്താ? നിസ്കാരത്തിന്റെ സമയമായിട്ടുണ്ട്, അതുകൊണ്ട് നിസ്കരിക്കണേ. ഒരു ഉമ്മയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു വയസ്സെത്തിയ ഉപ്പയെ സംബന്ധിച്ചിടത്തോളം, ആ ഉപ്പ രോഗബാധിതനായി, അസുഖബാധിതനായി വീട്ടിൽ കിടക്കുകയാണ്.
അവരെ പരിചരിക്കുകയാണ് മക്കൾ. ഗുളിക കഴിക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, നല്ല ഓർമ്മശക്തിയുണ്ട്, ബുദ്ധിയുണ്ട്. എന്നാൽ കിടപ്പിലായ ഉപ്പച്ചിയെ നിസ്കരിപ്പിക്കണം, കിടപ്പിലായ ഉമ്മച്ചിയെ നിസ്കരിപ്പിക്കണം. അതാണ് ഇസ്ലാമിന്റെ നിയമം. ശരീരം ഇഞ്ചിഞ്ചായി കീറി മുറിക്കപ്പെട്ടാലും ബുദ്ധിയുണ്ടോ അവൻ നിസ്കരിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അസ്സലാത്തു അലാ വഖ്തിഹാ. അല്ലാഹ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു അമലി എന്ന് പറയുന്നത് നിസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കലാണ്. എന്നിട്ട് ചോദിച്ചു, ആ സ്വഹാബി അബ്ദുള്ള എന്ന് പറയുന്ന സ്വഹാബി ചോദിച്ചു, പിന്നെ ഏതാണ് നബിയെ? നിസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കണം, അതിനുശേഷം ഏതാണ് നബിയെ? അള്ളാഹുവിനിക്ക് ഏറ്റവും ഇഷ്ടമുണ്ടാക്കുന്ന കർമ്മമെന്ന് ചോദിച്ചപ്പോൾ ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യലാണ്. ആ സ്വഹാബി പിന്നെയും ചോദിച്ചു, നബിയെ പിന്നെ ഏതാ? അൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്തഫായ നബി തങ്ങൾ നിസ്കാരത്തെ കുറിച്ച് വീണ്ടും പറഞ്ഞു കൊടുക്കുകയാണ് സ്വഹാബത്തിനോട്. നിസ്കാരം എന്ന് പറയുന്നത് അസ്സലാത്തു ഇമാദുദ്ദീൻ, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം, അത് മനുഷ്യരാശിയുടെ ജീവിത പദ്ധതിയാണ്. ആ നിസ്കാരം ഇമാദുദ്ദീൻ, അത് ദീനിന്റെ തൂണാണ്. ഫമൻ അഖാമഹാ, ആ ദീനിന്റെ തൂണാകുന്ന നിസ്കാരത്തെ ഒരുത്തൻ നിലനിർത്തിയാൽ ഫഖദ് അഖാമദ്ദീൻ, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ അവൻ നിലനിർത്തിയവനെ പോലെയാണ്. ഇനി പറയട്ടെ, വമൻ തറക്കഹാ, ആ 5 നേരത്തെ നിസ്കാരം ഒരാൾ ഒഴിവാക്കി കഴിഞ്ഞാൽ ഫഖദ് ഹദമദ്ദീൻ, അവൻ ദീനിനെ പാടം പൊളിച്ചവനെ പോലെയാണ്. ആന്മാര് നിസ്കാരത്തിന് ഒരുപാട് പ്രതിഫലങ്ങൾ നൽകിയിട്ടുണ്ട്. എന്നാൽ നിസ്കാരം ഒഴിവാക്കിയവന് ഒരുപാട് വേദനാജനകമായ ശിക്ഷയും അല്ലാഹുവിന്റെ റസൂല് സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. റസൂല് ഒരിക്കൽ പറഞ്ഞു കൊടുത്തു, മൻ തറക സ്വലാത്ത ആമിദൻ ഔ മുതഅമ്മിദാ, പള്ളിമുനാരങ്ങളിൽ നിന്ന് തൗഹീദിന്റെ വചനങ്ങൾ ഉരുവിടുമ്പോൾ 5 നേരത്തെ നിസ്കാരം പോലും നിർവഹിക്കാൻ വരാതെ വീട്ടിലിരിക്കുന്നവൻ, തെരുവോരങ്ങളിലൂടെ നടന്നു പോകുന്നവൻ, കടപ്പുറത്ത് പോയിട്ട് സ്വറ പറഞ്ഞിരിക്കുന്നവൻ, ഈ വിഭാഗത്തെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. മനഃപൂർവ്വം ഒഴിവാക്കിയാൽ, അല്ലെങ്കിൽ മുതഅമ്മിദാ, മനഃപൂർവ്വമോ അറിയാതെയോ ഒഴിവാക്കി ജ്വലിക്കുന്ന നരകത്തിൽ അവൻ അവശേഷിക്കുമത്രേ. 80 ഹുക്ബ് അവൻ നരകത്തിൽ അവശേഷിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. 80 ഹുക്ബ് എന്ന് പറഞ്ഞാൽ എത്രയാണ് നബിയെ? വൽ ഹുക്ബ്, ഒരു ഹുക്ബ് എന്ന് പറയുന്നത് 80 സന. ഒരു ഹുക്ബ് എന്ന് പറഞ്ഞാൽ അത് 80 കൊല്ലമാണ്. അങ്ങനത്തെ 80 ഹുക്ബ് അവൻ നരകത്തിൽ അവശേഷിക്കുമെന്ന് ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു കർമ്മമെന്ന് പറയുന്നത് നിസ്കാരമാണ്. 5 നേരത്തെ നിസ്കാരം ഒഴിവാക്കിയ ഒരുത്തനെ പറ്റി അള്ളാന്റെ റസൂല് അവൻ ദീനിന്റെ പുറത്താണ് എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒഴിവാക്കരുതേ. മരിച്ചുപോയാലും ഒരു മനുഷ്യൻ മരിച്ച് മണ്ണോടൊട്ടിച്ചേർന്നിട്ട് ചോദ്യം ചോദിക്കപ്പെടുന്ന മലക്കുകൾ അവന്റെ അടുത്തേക്ക് വന്നാലും ആദ്യമായിട്ട് ഒരു അടിമയോട് ആദ്യമായിട്ട് ചോദിക്കുന്ന ചോദ്യം എന്താണെന്നറിയോ?
അള്ളാഹുവിന്റെ ഏകത്വത്തെ കുറിച്ച് ചോദിച്ചതിന് ശേഷം ആദ്യമായി കൊണ്ട് ഒരു മനുഷ്യനോട് ചോദിക്കുന്നത് എന്താണെന്നറിയോ? അനിസ്വലാ, 5 വക്ത് നിസ്കാരത്തെ കുറിച്ചാണ്. നിസ്കാരത്തെ കുറിച്ച് ചോദിച്ചിട്ട് മറുപടി പറയാതെ ഒരു മനുഷ്യന് സിറാത്ത് പാലം വിട്ടുകിടക്കാൻ കഴിയുകയില്ല. എന്നിട്ട് റസൂല് പറഞ്ഞു പോവാണ്, നിസ്കരിക്കാത്തവരെ അല്ലാഹു തആല 3 പരീക്ഷണങ്ങളെ കൊണ്ട് പരീക്ഷിക്കപ്പെടുമത്രേ. മാനവാ, ശരിക്ക് ശ്രദ്ധിക്കണേ. ജീവിതത്തിൽ ഇന്ന് ഈ മുബാറക്കായ മജ്‌ലിസിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ നിയ്യത്ത് ചെയ്യണേ, ഇനി ഒരിക്കലും എന്റെ ജീവിതത്തിൽ ഒരു വക്ത് നിസ്കാരം ഞാൻ ഒഴിവാക്കില്ല. ഇനിയും ഒരുപാട് ഹദീസ് വരാൻ കിടക്കാൻ നിസ്കാരം ഒഴിവാക്കിയാലുള്ള കുറ്റത്തെക്കുറിച്ച്. ജമാഅത്ത് പള്ളിയിലാണ് ളുഹർ നിസ്കരിക്കാൻ 3 പേര്, അസ്ർ നിസ്കരിക്കാൻ 5 പേര്. എത്രയോ ആളുകളുണ്ട് ഇതിന്റെ ചുറ്റുഭാഗത്ത്. ബാങ്ക് കേൾക്കാത്തതാണോ, അതല്ല പള്ളിയിലേക്ക് വരാൻ മടിയാണോ? വീട്ടിൽ നിസ്കരിക്കുന്നവരുണ്ട്, റൂമിൽ നിസ്കരിക്കുന്നവരുണ്ട്. ഇസ്മായിലേ, ഉറങ്ങലേട്ടാ, ഇതുറക്കായി ഉറങ്ങുന്നു. കുറച്ചേരം എണീറ്റിക്കണം. പണിയുണ്ടായിരുന്ന അതിന്റെ ക്ഷീണാണ്. അസർക്ക് എവിടെ കൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. ആ ടൈമിൽ കുറച്ചേരം ഉറങ്ങിയാൽ പോരായിരുന്നു. വെറുതെ ഇങ്ങനെ ഈ നിസ്കാരത്തെ കാര്യം പറയുന്നതുകൊണ്ട് ഉറങ്ങുന്ന നിസ്കാരത്തിന്റെ ഫർദ് എത്രയാണെന്നറിയാം. നിസ്കാരത്തിന്റെ ഫർദ് എത്രയാണെന്നറിയോ? എന്നിട്ടാ ഇപ്പൊ ഉറങ്ങുന്ന. അല്ലാഹു നാഫിയായ ഇൽമ നൽകട്ടെ. റസൂല് പറയാണ്, നിസ്കരിക്കാത്തവരെ അല്ലാഹു തആല 3 പരീക്ഷണങ്ങളെ കൊണ്ട് പരീക്ഷിക്കപ്പെടുമത്രേ. ഒന്നാമത്തത് എന്താണെന്നറിയോ? യർഫഉല്ലാഹുൽ ബറക. വാഹനമുള്ളവരൊക്കെ ശ്രദ്ധിക്കുക, ബോട്ടുള്ളവരൊക്കെ ശ്രദ്ധിക്കുക. രാവിലെ 4 മണിക്കും 5 മണിക്കുമൊക്കെ കടലിൽ പോകുന്നവർ ശ്രദ്ധിക്കണം. സുബ്ഹ് നമസ്കരിക്കാതെ എന്തിനാ കടലിൽ പോകുന്നത്? അപ്പോഴൊക്കെ കടി കുറയുമല്ലോ. എന്നാ പിന്നെ സുബ്ഹ് നമസ്കരിക്കാതെ പോകാമല്ലോ. ഒരാള് വാഹനത്തിന്റെ ഉടമ മറ്റുള്ള 4 പേരുടെ നിസ്കാരം കളഞ്ഞിട്ടാണ് കൊണ്ടുപോകുന്നത്. പൂർണ്ണ ഉത്തരവാദി നീയാണ് കേട്ടോ. വാഹനത്തിന്റെ ഉടമസ്ഥനാണ്. നിനക്ക് പറയാനുണ്ടാകുമോ? റബ്ബിന്റെ കോടതിയിൽ മറുപടിയുണ്ടോ? ഒരു ബോട്ടുടമ ചെയ്യുന്നത് എന്താ? 4-5 പേര് കൊണ്ട് വാഹനത്തിൽ പോകുന്നുണ്ട്. ഈ 4 ആളുകളെയും ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് അവൻ വിളിച്ചു വരുത്തുന്നു. വാഹനത്തിൽ കയറുന്നു. റബ്ബ് കാത്തു രക്ഷിക്കട്ടതിന്. എന്തെങ്കിലും അപകടം പറ്റിപ്പോയാൽ റബ്ബ് തആല നിനക്ക് നിർബന്ധമാക്കപ്പെട്ട ഫർദ് നമസ്കരിക്കാതെയാണ് നീ കടന്നു പോകുന്നത്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ, മൻ സ്വല്ലാ സ്വലാത്ത സുബ്ഹി ഫഹുവ ഫീ ദിമ്മത്തില്ലാഹ്. ഏതെങ്കിലും ഒരു മനുഷ്യൻ സുബ്ഹ് നമസ്കരിച്ചു കഴിഞ്ഞാൽ ഫഹുവ ഫീ ദിമ്മത്തില്ലാഹ്, അവൻ അല്ലാഹുവിന്റെ റെസ്പോൺസിബിലിറ്റിയിലാകുന്നു. സുബ്ഹ് നമസ്കാരം നിസ്കരിച്ച ഒരാള് അല്ലാഹുവിന്റെ ഉത്തരവാദിത്വത്തിലാണ്. പിന്നെ അന്നത്തെ ദിവസം ഓനക്കൊന്നും സംസാരിക്കില്ല, സംഭവിക്കില്ല. പണ്ട് യസീദ് എന്നൊരു ഭരണാധികാരനുണ്ടായിരുന്നു. പണ്ട് ക്രമകാരിയായ ഭരണാധികാരിയാണ്. അദ്ദേഹം തന്റെ ജയിൽപുള്ളികളിൽപ്പെട്ട അദ്ദേഹത്തിന്റെ പട്ടാളക്കാരിൽപ്പെട്ട ഒരു പട്ടാളക്കാരന്റെ അടുത്ത് വാള് കൊടുത്തിട്ട് പറഞ്ഞു, ആ കാണുന്ന ജയിൽപുള്ളിയെ പോയിട്ട് വധിച്ചു കളയണമെന്ന് പറഞ്ഞു. ഈ മുസ്ലിമായ പട്ടാളക്കാരൻ നേരെ പോയിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, നീ ഇന്ന് സുബ്ഹ് നിസ്കരിച്ചിട്ടുണ്ടോ? ആ മോമിനായ മനുഷ്യൻ പറഞ്ഞു, ഞാൻ ഒരൊറ്റ സുബ്ഹും ഒഴിവാക്കാറില്ല. ഞാൻ നിന്നോട് ചോദിച്ചത് ഒറ്റ സുബ്ഹും ഒഴിവാക്കുന്നതിനെ കുറിച്ചല്ല, ഇന്നത്തെ ദിവസം നീ സുബ്ഹ് നമസ്കരിച്ചിട്ടുണ്ടോ? അതെ, ഇന്ന് ഞാൻ സുബ്ഹ് നമസ്കരിച്ചവനാ. വാളുമായിട്ട് തിരിച്ച് യസീദിന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ആ ജയിൽപുള്ളിയായ മനുഷ്യനെ വധിച്ചു കളയാൻ എന്നെ കൊണ്ട് കഴിയില്ല. കാരണം അദ്ദേഹം ഇന്ന് സുബ്ഹ് നമസ്കരിച്ച മനുഷ്യനാ.
من صلى صلاة الصبح فهو في ذمة الله. അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് വല്ല അദാബും വല്ല അപകടവും നിനക്ക് നിർണയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ പ്രഭാത പുലരി മുതൽ പ്രദോഷം വരെ നിനക്ക് വല്ല അദാബും അല്ലാഹു തആല നിർണയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നീ ഇന്ന് സുബ്ഹ് നമസ്കരിച്ചവനാണോ ഫഹുവ ഫീ ദിമ്മത്തില്ലാഹ്, നീ അല്ലാഹുവിന്റെ ഉത്തരവാദിത്വത്തിലാണ്. ആ അപകടത്തെ തൊട്ട് അല്ലാഹു തആല നിന്നെ ഒഴിവാക്കുന്നതാണ്. അതുകൊണ്ട് ബോട്ടുടമക്കാരോടൊക്കെ പറയാനുള്ളത്, സുബ്ഹ് നമസ്കരിക്കാതെ വെറുതെ പോവല്ലേ. അല്ലാഹു തആല നിനക്ക് അനുഗ്രഹമെന്ന മത്സ്യത്തെ തരുമ്പോ റബ്ബ് തആല നിനക്ക് നിർബന്ധമാക്കിയ നിസ്കാരത്തെ തേച്ചു പൊട്ടിച്ച് കളയല്ല. മനസ്സിലായോ? അപ്പൊ ഈ വിളിക്കുന്ന ആളുകളോടൊക്കെ പറയണത് സുബ്ഹ് കഴിഞ്ഞിട്ട് നമുക്ക് പോകാം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഈ വോട്ടുടമസ്ഥ മുഴുവൻ കുറ്റവും റബ്ബിന്റെ അടുത്ത് സമർപ്പിക്കണം, മറുപടി പറയണം. അല്ലേ? നമ്മൾ നിസ്കരിക്കലുണ്ടോ? ആരൊക്കെ ഈ വോട്ടുടമസ്ഥ വോട്ടിന്റെ മോളിൽ നിസ്കരിക്കണ്ട? വോട്ടിന്റെ മോളിൽ നിസ്കരിക്കുന്നുണ്ടത്ര. ഇതൊക്കെ സത്യമാണോ? സത്യമാണോ? പോയ നിസ്കരിക്കുന്നുണ്ട്. നിങ്ങളൊപ്പം വരുന്നവരൊക്കെ നിസ്കരിക്കുന്നുണ്ടോ? വോട്ടിൽ നിസ്കരിക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, നല്ല ജനങ്ങൾ. അർഹമുർ-റഹീമായ മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ തമ്പുരാനെ, അല്ലാഹുവേ, കടലിൽ പോകുമ്പോഴും ആർത്തിരമ്പുന്ന തിരമാലകളുടെ ഇടയിലൂടെ ഇവർ ചലിക്കുമ്പോൾ റബ്ബേ നിനക്ക് സാഷ്ടാംഗ പ്രണാമം അർപ്പിക്കുന്നവരാണ്. അല്ലാഹ്, അപകടങ്ങളെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും ഈ മുഅ്മിനീങ്ങളെ നീ കാത്തു രക്ഷിക്കണേ അല്ലാഹ്. ഏതാവട്ടെ, നിസ്കരിക്കാത്ത ആളുകളെ പറ്റി പറഞ്ഞു പോവുകയാണ്. അല്ലാഹു തആല 3 പരീക്ഷണങ്ങളെ കൊണ്ട് പരീക്ഷിക്കപ്പെടുമത്രേ. ഒന്നാമത്തത് എന്താണെന്നറിയോ? യർഫഉല്ലാഹുൽ ബറകത മിൻ റിസ്ഖിഹി. അല്ലാഹു തആല അവനിക്ക് നൽകിയ റിസ്ഖിൽ അല്ലാഹ് ബറക്കത്തിനെ ഉയർത്തപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ. പൈസ കിട്ടുന്നുണ്ട്, കയ്യിൽ കാണുന്നില്ല. അടിപൊട്ടിയ ബക്കറ്റ് പോലെ പൈസ കിട്ടുന്നുണ്ട്, കാണുന്നില്ല. അല്ലാഹു തആല നിന്റെ റിസ്ഖിലുള്ള ബറക്കത്ത് നിസ്കരിച്ചില്ലെങ്കിൽ ഉയർത്തപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഉറക്കെ ചൊല്ല്, മുഹമ്മദ് മുസ്തഫ. രണ്ടാമതായി കൊണ്ട് റസൂല് പറയുകയാ, യുസല്ലിത്തുല്ലാഹു തആല അലൈഹി അമീറൻ ജായിറാ ലാ യർഹമുഹു. സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. ഇരിക്കുന്ന ആളുകൾ മുഴുവനും നാളെ സുബ്ഹിന് പള്ളിയിൽ വരണം. വരണ്ടേ? വരോ? പിറ്റത്തെ സമയം അതിൽ പറയും. അതേ ഉണ്ടാവും. ഈ ഇരിക്കുന്ന ആളുകളൊക്കെ നിങ്ങൾ ഇത്രയ്ക്ക് വേണ്ടി ദുആ രപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരാണോ? എന്നാൽ പള്ളിയിൽ വരണേ. രണ്ടാമതായിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ പരീക്ഷണം ഏതാണെന്നറിയോ? യുസല്ലിത്തുല്ലാഹു തആല അലൈഹി അമീറൻ ജായിറാ. ക്രമകാരികളായ ഭരണാധികാരികളെ ഒരു നിസ്കരിക്കാത്ത വിഭാഗത്തിന്റെ മുകളിൽ അല്ലാഹു തആല ചുമതലപ്പെടുത്തും. അവരുടെ കാര്യം എന്താണെന്നല്ലേ? ലാ യർഹമുഹു. ആ ഭരണാധികാരികൾ അവരെയോട് ഒരു കരുണയും കാണിക്കാത്തവരാ. നീ പറയും, നിസ്കരിക്കാത്തവർ ധാരാളം നമ്മളെ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ടാണ് ഇത്ര പിടിച്ചെടുക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ദ്വാരക്കുന്നുണ്ട്, നിസ്കരിക്കുന്നില്ല. ദ്വാരുന്നാ മതി, കർമ്മൊന്നും ചെയ്യേണ്ടതില്ല. ദ്വാ അങ്ങോട്ട് ഉസ്താദ് പള്ളിയിൽ വരുമ്പോ ജുമാക്ക് ശേഷം വന്ന വിത്രക്ക് വേണ്ടി ദ്വാ ചെയ്തിട്ടില്ലെങ്കിൽ പുറത്തേക്ക് പുറപ്പെട്ട ചോദ്യം എന്താ? ഉസ്താദേ, ഇന്ന് ഞങ്ങളെ നാടിന് വേണ്ടിയിട്ട് ദ്വാ ചെയ്തിട്ടില്ലല്ലോ. നിസ്കരിക്കാത്ത നിങ്ങൾക്ക് ദ്വാ ചെയ്തിട്ട് അല്ലാഹു തആല ഖബൂൽ ചെയ്യുമോ? യുസല്ലിത്തുല്ലാഹു തആല അലൈഹി അമീറൻ ജായിറാ. അക്രമകാരികളായ ഭരണാധികാരികളെ ആ വിഭാഗത്തിന്റെ മേലിൽ അല്ലാഹു ചുമതലപ്പെടുത്തും. ലാ യർഹമുഹു. അവരോട് ഒരു കരുണയും ആ ഭരണാധികാരികൾക്കുണ്ടാവുകയില്ല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്.
പരീക്ഷ വരുമ്പോൾ കുട്ടികൾ പേനയുമായിട്ട് വന്ന് ഉസ്താദിന്റെ അടുത്ത് നിന്ന് മന്ത്രിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് പരീക്ഷ ഹാളിലേക്ക് പോകുന്നുണ്ട്. ഉസ്താദേ, എനിക്ക് വിജയത്തിന് വേണ്ടി ദുആ ചെയ്യണേ. പക്ഷേ വീട്ടിൽ നിന്ന് ബുക്ക് മറിച്ച് നോക്കുന്നില്ല. എങ്ങനെയാണ് വിജയമുണ്ടാവുക? തിരിയുന്നുണ്ടോ? ഞാൻ പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? പരീക്ഷയ്ക്ക് പോകാൻ ദ്വാരിപ്പിക്കുന്നുണ്ട്, പക്ഷെ എന്ത് ചെയ്യുന്നില്ല? വീട്ടിലെ ബുക്ക് മറിച്ച് നോക്കുന്നില്ല. എങ്ങനെ വിജയം ഉണ്ടാവുക? ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ഖുർആൻ 2 കാര്യങ്ങൾ ചേർത്തി പറഞ്ഞിട്ടുണ്ട്. അഖീമുസ്സലാത്ത വഅതു സക്കാത്ത്. സക്കാത്ത് കൊടുക്കുക, അതോടൊപ്പം നിസ്കരിക്കുകയും ചെയ്യുക. അത്തിയുല്ലാഹ വഅതിഉർ റസൂല. അല്ലാഹുക്ക് വഴിപ്പെടുക, അതോടൊപ്പം അല്ലാഹുവിന്റെ റസൂലിനൊക്കെ വഴിപ്പെടുക. പഠിക്കുകയും ചെയ്യാം, പരീക്ഷ എഴുതുകയും ചെയ്യാം. എന്നാ വിജയം ഉണ്ടാവും. ദ്വാരക്കുകയും ചെയ്യാം. ഇത് നിസ്കരിക്കുന്നില്ല. വിത്രയുടെ സംരക്ഷണത്തിന് വേണ്ടി, നമ്മുടെ നാടിന് വേണ്ടി ദുആ ചെയ്യ്. പള്ളിയിൽ നിന്ന് പുറപ്പെട്ടാൽ മുമ്പിൽ കാണുന്നവന്റെ പച്ചയിറച്ചിരുന്ന് നടക്കുന്ന നമുക്കെവിടെയാ ഉത്തരം ലഭിക്കുന്നത്? നമ്മൾ നന്നാവാൻ സമയമായിട്ടില്ലേ? അതുകൊണ്ട് പ്രിയപ്പെട്ടു, ഞാനിപ്പോ വിചാരിക്കുന്നത്, ഇപ്പൊ നാളെ ഇനി പള്ളി ഫുള്ളായിരിക്കും, ജുമാക്ക് വരുന്നത് പോലെ ആയിരിക്കും അല്ലെ? നല്ല വലിയ സൂറത്തൊക്കെ ഇനി പഠിച്ചിട്ട് വരാം ഇൻഷാ അല്ലാഹ്. നല്ല വലിയ ജമാഅത്തായിരിക്കുമല്ലോ അല്ലെ? സുബഹിക്ക് വരുമല്ലോ അല്ലേ? വരുമല്ലോ അല്ലേ? അൽബക്കറിന്റെ പകുതി വരെ ഓതാണ്ട ആളുകൾ ഉണ്ടാവൂലേ? എന്താ ഒന്നും പറയാത്തതില്ല. പള്ളിപ്പറമ്പിലേക്ക് സലാം പറഞ്ഞ പോലെ തലാട്ടിയാ മതി. അൽബക്കറിന്റെ പകുതി വരെ ഞാൻ ഏതായാലും പഠിച്ചു വരാം. നിങ്ങളൊക്കെ വരുമോ? ഇൻഷാ അല്ലാഹ്. ഏതാവട്ടെ, 2ാമത്തെ പരീക്ഷണം അക്രമകാരികളായ ഭരണാധികാരി ഏൽപ്പിക്കപ്പെടും. അവർ ഈ ആളുകളോട് ലാ യർഹമുഹു, ഒരു ദയയും കാണിക്കൂല. വസാലിസു, 3ാമത്തതായി കൊണ്ട് റസൂല് പറയാൻ, യഖ്റുജു മിനദ് ദുനിയാ ബിഗൈരിൽ ഈമാൻ. മരണസമയത്ത് അവനിക്ക് ഈമാനില്ലാതെ മരിക്കേണ്ടി വരും. 3ാമത്തെ പരീക്ഷണം അല്ല പരീക്ഷണം നടത്തുന്നതാണ്. ഒരു മനുഷ്യനെ, നിസ്കരിക്കാത്ത മനുഷ്യന്റെ 3ാമത്തെ പരീക്ഷണം, ഈമാനില്ലാതെ ഈ ഭൂമി ലോകത്ത് നിന്ന് അല്ലാഹു തആല മരിപ്പിച്ച് കളയുമെന്ന് മുഹമ്മദ് മുസ്തഫ. എന്നാൽ ചില ആളുകൾ പള്ളിയിൽ വരുന്നുണ്ട്, നിസ്കരിക്കുന്നുണ്ട്, നോമ്പെടുക്കുന്നുണ്ട്, ഖുർആൻ ഓതുന്നുണ്ട്, സക്കാത്ത് കൊടുക്കുന്നുണ്ട്, ഭാര്യയോടുള്ള കടമകൾ നിർവഹിക്കുന്നുണ്ട്, ഭർത്താവിനോടുള്ള കടമകൾ നിർവഹിക്കുന്നുണ്ട്. പക്ഷേ റസൂല് പറഞ്ഞല്ലോ, സയഅതി സമാൻ അലാ ഉമ്മത്തി, എന്റെ സമുദായത്തിന്റെ മേലിൽ ഒരു കാലഘട്ടം വരുമത്രേ. യഖ്റഊനൽ ഖുർആൻ, അവർ ധാരാളം ഖുർആൻ പാരായണം ചെയ്യുന്നവരാണ്. വയുസല്ലൂന ഫിൽ മസ്ജിദ്, അവർ പള്ളിയുടെ പായയിൽ നിന്ന് ഇറങ്ങിപ്പോകാത്തവരാണ്. പക്ഷേ ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും പക്ഷേ വലൈസ ഫീഹിം ഈമാൻ, അവരുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഈമാനില്ല. നിസ്കരിക്കുന്നവരാണ്, ധാരാളം നിസ്കരിക്കുന്നവരാണ്, ധാരാളം നോമ്പെടുക്കുന്നവരാണ്, ധാരാളം സക്കാത്ത് കൊടുക്കുന്നവരാണ്. പക്ഷേ ഹൃദയത്തിന്റെ ഉള്ളിൽ ഈമാനില്ല. അങ്ങനത്തെ വിഭാഗം എന്റെ ഉമ്മത്തിൽ വിടുമെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. നാളെ പരലോകത്ത് പോയാലും ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറാ, ഒരു അണുമണി തൂക്കം ഈമാൻ ഒരാളെ ഹൃദയത്തിൽ ഉണ്ടെങ്കിലും ഖൈറൻ യറാ, ആ ഖൈറിനെ അവന് കാണുമെന്ന് ഖുർആൻ. എന്നാൽ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറാ, ഒരണുമണി തൂക്കം തിന്മയാണ് ഒരുത്തന്റെ ഹൃദയത്തിൽ ഉള്ളതെങ്കിൽ അതും അവന് കാണപ്പെടുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അതിനെ
വ്യാഖ്യാനിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സ്വഹാബത്തിന് ഒരു കഥ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഏതാവട്ടെ, നിസ്കാരത്തിന്റെ വിഷയമാണ് പറഞ്ഞു പോകുന്നത്. മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്, സാത്വികനായ സൂഫി വര്യനാണ്, പ്രപഞ്ചത്യാഗിയാണ്. അല്ലാഹ് എന്നുള്ള ചിന്ത കടന്നപ്പോൾ നാടും വീടും കുടുംബവും മക്കളെയുമൊക്കെ ഒഴിവാക്കി പ്രപഞ്ചത്യാഗത്തിന് പുറപ്പെട്ട ആളാ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു. ഇതിന്റെ വൈത്തിലൊക്കെ പാടും നമ്മൾ ഇബ്രാഹിം ഇബ്നു അദ്ഹമിനെ കുറിച്ച് അല്ലേ? പാടുന്നില്ലേ? മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം ഒരിക്കൽ അല്ലാഹുവിനോട് പറയുകയാണ്, അർഹമുർറഹീമായ റബ്ബേ, സ്വർഗ്ഗത്തിലെ എന്റെ കൂട്ടുകാരിയെ എനിക്കൊന്ന് കാണിച്ചു തരുമോ? അവസാനം ഇതങ്ങോട്ട് ദുആ ചെയ്തറിയാതെ ഒന്ന് ഉറങ്ങിപ്പോയി. ആ ഉറക്കില്ല സമയത്ത് സ്വപ്നത്തിൽ അദ്ദേഹത്തോട് ഒരാൾ വന്നിട്ട് പറയുകയാ, സ്വർഗത്തിലെ നിങ്ങളുടെ കൂട്ടുകാരി ഈ സ്ഥലത്ത് ആടിനെ മേയ്ക്കുന്ന സുലാമത്ത് എന്ന കറുത്ത സ്ത്രീയാണ്. അങ്ങനെ അദ്ദേഹം അവരെ അന്വേഷിച്ചു, അവരോട് സലാം പറഞ്ഞു. ആ പെണ്ണ് സ്വപ്നത്തിലൂടെ കടന്നു വന്നിട്ട് വഅലൈക സലാം യാ ഇബ്രാഹിം ഇബ്നു അദ്ഹമിന്റെ സലാം മടക്കി. എന്നിട്ട് ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു സുലാമത്ത് എന്ന കറുത്ത സ്ത്രീയോട് ചോദിച്ചു, ഞാൻ ഇബ്രാഹിമാണെന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് അറിയിപ്പ് കിട്ടിയത്? അപ്പോൾ ആ പെണ്ണ് മറുപടി പറഞ്ഞതെന്താണെന്നറിയോ? ഞാൻ സ്വർഗത്തിൽ നിങ്ങളുടെ ഭാര്യയാണെന്ന് നിങ്ങൾക്ക് ആരാണ് അറിയിച്ചു തന്നത്? അവൻ തന്നെയാണ് നിങ്ങളെയും എനിക്ക് അറിയിച്ചു തന്നത്. അപ്പോൾ അദ്ദേഹം ആ സുലാമ എന്ന തന്റെ കൂട്ടുകാരിയായ സ്വർഗത്തിലെ കൂട്ടുകാരിയായ പെണ്ണിനോട് പറയാണ്, എനിക്ക് നീ എന്തെങ്കിലും ഉപദേശിച്ചു തരുമോ? അവരൊക്കെ ഉപദേശങ്ങൾ അനുസരിക്കുന്നവരാണ്, എന്നാൽ നമ്മളൊക്കെ ഉപദേശങ്ങൾ പുച്ഛിച്ചു തള്ളുന്നവരാണ്. ഇവരാരാണ് എന്നെ ഉപദേശിക്കാൻ? ഗസ്സാലി ഇമാം തങ്ങൾ പറഞ്ഞല്ലോ, ആർക്കും ആരെയും ഉപദേശിക്കാൻ എളുപ്പമാണ്, അത് ഉൾക്കൊള്ളാനാണ് പ്രയാസം. ഏതാവട്ടെ, സുലാമത്ത് എന്ന് പറയുന്ന പെണ്ണിനോട് ഇബ്രാഹിം ഇബ്നു അദ്ഹം പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും ഉപദേശം തരുമോ? ആ സമയത്ത് സുലാമ എന്ന പെണ്ണ് മറുപടി പറഞ്ഞത് എന്താണെന്നറിയോ? നിങ്ങൾ രാത്രി നിസ്കരിക്കുക, തീർച്ചയായിട്ടും ആ കർമ്മം ഒരു അടിമയെ അല്ലാഹുവിലേക്ക് അടുപ്പിക്കുന്നതാ. വൈൻ കുന്ത തദ്ഈ മഹബ്ബതഹു ഫന്നൗമു അലൈക ഹറാം. ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങളെ, അല്ലാഹുവിനോട് യഥാർത്ഥമായിട്ട് സ്നേഹമുണ്ട് എന്ന് നിങ്ങൾ വാദിക്കുന്നുവെങ്കിൽ ഫന്നൗമു അലൈക ഹറാം, നിങ്ങൾക്ക് രാത്രി ഉറക്കം ഹറാമാണ്. അള്ളാഹുവിനെ യഥാർത്ഥമായി ഇഷ്ടപ്പെടുന്ന ഒരു അടിമക്ക് എങ്ങനെയാണ് രാത്രി ഉറങ്ങാൻ കഴിയുന്നത്? ആലോചിക്കണം. ഈ പറയുന്ന ഞാനും ഈ കേൾക്കുന്ന നിങ്ങളും നമ്മളൊക്കെ എന്ത് സുഖത്താണ് ഉറങ്ങുന്നത്. അള്ള പിടിച്ചു വെക്കുന്ന ആത്മാവിനെ പിറ്റത്തെ ദിവസവും നമുക്ക് തിരിച്ചു തരുന്നില്ലേ? എന്നിട്ടിന്ന് വരെ റബ്ബിന്റെ മുമ്പിൽ ശുക്രിന്റെ സുജൂദ് ചെയ്ത് കേണ് പേടിച്ച് കരയാൻ നമുക്ക് സമയം കിട്ടിയിട്ടുണ്ടോ? നമ്മളിങ്ങനെ ദുനിയാവിന്റെ അലങ്കാരങ്ങളിലൂടെ നടന്നു പോവുകയാ. അള്ളാഹുവിന്റെ റസൂല് പറയുകയാ, ഒരു മനുഷ്യനെ, ഒരു അടിമയെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാനുള്ള കർമ്മം അത് നിസ്കാരമാണ്. സുലാമത്ത് എന്ന പെണ്ണ് ഇബ്രാഹിം ഇബ്നു അദ്ഹമിന് കൊടുത്തതും ആ വസിയ്യത്ത് തന്നെയാണ്. ഓരോ നിസ്കാരത്തിനും ഓരോ നിസ്കാരം ഒഴിവാക്കിയാലും അതിന്റെ കുറ്റങ്ങളും അതിന്റെ ദോഷങ്ങളും നഷ്ടങ്ങളും ഒക്കെ റസൂല് പറഞ്ഞു തന്നല്ലോ. ഞാൻ അതിലൂടെ ഒന്ന് കടന്നു പോവുകയാണ്. നബിതങ്ങൾ പറയാണ്, മല്ലം യുസല്ലി സ്വലാത്തൽ ഫജ്രി, ഒരാള് സുബ്ഹ് നമസ്കാരം നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ലം യകുൻ ഫീ റിസ്ഖിഹി ബറക, അന്ന് ഉള്ള അവന്റെ റിസ്ഖിൽ അല്ലാഹ് അവനക്ക് നിശ്ചയിച്ചു കൊടുത്ത അന്നത്തെ
കിട്ടുന്ന റിസ്കിൽ അവനക്ക് ബറക്കത്തില്ല. വമൻ ലം യുസല്ലി സ്വലാത്തൽ ളുഹ്രി, ഒരാൾ ളുഹ്ർ നമസ്കാരം നിസ്കരിച്ചില്ലെങ്കിൽ ലം യകുൻ ഫീ വജ്ഹിഹി നൂറുൻ, അവന്റെ മുഖത്ത് നൂറില്ല. അവന്റെ മുഖത്ത് നൂറില്ല, അല്ലാഹുവിന്റെ നൂറാനിയത്തില്ല. എത്ര കുളിച്ചിട്ട് അത്ര പൂശി വന്നാലും മുഖത്തേക്ക് നോക്കുമ്പോൾ ഒരു വല്ലായ്മ തോന്നുന്നുണ്ട്. എന്തേ കാരണം? അല്ലാഹുവിന്റെ നൂറാനിയത്തില്ല. നമ്മുടെ പെണ്ണുങ്ങളെ മുഖത്തേക്കൊക്കെ നോക്കിയാൽ സുബ്ഹാനല്ലാഹ്, പെണ്ണിനുള്ള സൗന്ദര്യം നൽകിയിട്ടില്ല. പിന്നെ എന്നിട്ടും ആണുങ്ങൾ എന്തേ പെണ്ണിന്റെ പിന്നാലെ ഇങ്ങനെ പൊട്ടന്മാരെ പോലെ പോകുന്നത്? പെണ്ണിന് അള്ള സൗന്ദര്യം എന്ന് പറയുന്ന സാധനം നൽകിയിട്ടില്ല. പെണ്ണിന് സൗന്ദര്യം ഉണ്ടോ? പിന്നെന്തിനാണ് ഈ പൂവാരന്മാരൊക്കെ പെണ്ണിന്റെ പിന്നാലെ ഇങ്ങനെ കടന്നു പോകുന്നത്? എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? പ്രേമം തലക്ക് പിടിച്ചപ്പോ ലൈല മജ്നൂൻ എന്ന് പറയുന്ന ലൈലയുടെ പിരാന്തൻ ഇംറുൽ ഖൈസ് പാടിയല്ലോ, അമറു അലാ ജിദാരി ദിയാരി ലൈല. എല്ലാത്തിനും തെളിവ് വേണ്ട കാലമാണ്. നഫായിസുൽ ഇർതുളിയ എന്ന് പറയുന്ന കിതാബ് എടുത്ത് നോക്കിയാൽ കാണാൻ കഴിയും. ലൈല മജ്നൂനിന്റെ പിരാന്തൻ ഇംറുൽ ഖൈസ് പ്രേമം തലക്ക് പിടിച്ചപ്പോ ലൈല മജ്നൂൻ എന്ന് പറഞ്ഞാൽ ലൈലാന്റെ പിരാന്തൻ എന്നാണ് അർത്ഥം. പ്രേമം തലക്ക് പിടിച്ചപ്പോൾ ആ ലൈല മജ്നൂൻ എന്ന് പറയുന്ന ഇംറുൽ ഖൈസ് പാട്ടുപാടുകയാണ്. എന്താവും ചെയ്യുന്നെന്നറിയോ? അമുറു അലാ ജിദാരി ദിയാരി ലൈല ഉഖബ്ബിലു ദൽ ജിദാറ വദൽ ജിദാറ. തന്റെ പ്രിയ സഖിയെ കാണാൻ വേണ്ടിയിട്ട് ലൈലയുടെ വീട്ടിന്റെ ചുമരിന്റെ അടുത്ത് കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോഴും ഉഖബ്ബിലു ദൽ ജിദാറ വദൽ ജിദാറ, ലൈലയുടെ ചുമരിന് ഇങ്ങനെ ചുംബനം അർപ്പിക്കുമത്രേ. ലൈലയുടെ ചുമരിനിക്ക് ചുംബനം കൊടുക്കുമത്രേ. ആളുകളൊക്കെ പറയാണ് ഇവനെന്ത് പൊട്ടനാണ്. ഇംറുൽ ഖൈസ് ഇതറിഞ്ഞപ്പോ പറഞ്ഞു, പൊട്ടനാരടാ? എന്നെ പറയുന്ന ജനങ്ങളാ. അവർക്ക് എന്തറിയാം? ഞാൻ യഥാർത്ഥത്തിൽ ചുംബനം അർപ്പിക്കുന്നത് ആ ചുമരിനിക്കല്ലടാ, ഈ വീട്ടിലുള്ള തരുണീമണിയായ എന്റെ സ്നേഹഭാജനമാകുന്ന ലൈലയുടെ കവിൾത്തടത്തിലാണ്. പ്രേമം മൂത്തപ്പ പറഞ്ഞതാണ്. ഏതാവട്ടെ, നമ്മുടെ പെണ്ണുങ്ങളൊക്കെ അവർക്ക് ഭംഗിയില്ല. ഇനി നാളെ ഉസ്താദിന്റെ തലക്ക് കയറാൻ വരണ്ട. നിങ്ങൾക്ക് അത്യാവശ്യം ചൊറുക്കൊക്കെ ഉണ്ട്. ഞാനത് പറഞ്ഞത് നിങ്ങൾ ഓരോ പെണ്ണുങ്ങളൊക്കെ എടുത്തു നോക്കിയ സുബ്ഹാനല്ലാഹ്, റൂം നിറയെ മേക്കപ്പ് സെറ്റുകളാണ്. വല്ല പുട്ടിയിട്ടതുപോലെ മുഖവുമായിട്ട് വന്നാൽ ചില പണ്ടൊക്കെ പറയാറുണ്ട്, പിന്നെ സ്കൂളിൽ പെണ്ണ് കാണാൻ പോകുമ്പോ നിങ്ങള് രാവിലെ പോകരുത്, അവള് സ്കൂളിലേക്ക് പോകുന്ന സമയത്തൊന്നും പോയേക്കരുത്, വൈകുന്നേരം സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് പെണ്ണ് കാണാൻ പോയിക്കോളി. എന്താ സംഭവം? എന്താ? ഉള്ള മേക്കപ്പ് മുഴുവനോടെ മുഖത്തിട്ട് എത്ര കറുത്ത വന്ന് വെളുത്തതായിട്ടാ തോന്നുക. അവസാനം കെട്ടിക്കൊണ്ടുവന്ന് ആദ്യ രാത്രി കാണുമ്പോഴാ ഇവളുടെ അവസ്ഥ അറിയുന്നത്, ഇത് അന്ന് ഞാൻ കണ്ട പെണ്ണല്ലല്ലോ റബ്ബേ. 3 ആളുകൾ പെണ്ണ് കാണാൻ പോയ കഥ അറിയോ? പറയണ 3 ആള് പെണ്ണ് കാണാൻ പോയ ഒരു ദിവസം 3 ആളും പോയത് ഒരു പെണ്ണിനെ കാണാനാണ്. അമ്മോശം കാക്ക വീട്ടിലിങ്ങനെ കാത്തിരിപ്പുണ്ട്, പെണ്ണ് കാണാൻ വരുമെന്ന് പറഞ്ഞപ്പോ ഏതാവട്ടെ 3 ആളും പോയി. 3 ആളിങ്ങനെ സിറ്റ് ഔട്ടിൽ ഇരുന്നു. അമ്മോശം കാക്ക ഒരുത്തനോട് ചോദിച്ചു, എന്റെ പേരെന്താന്ന് ചോദിച്ചു. എന്റെ പേര് ഇബ്രാഹിമാന്ന് പറഞ്ഞു. എന്നാ എന്റെ മോനെന്ന് സൂറത്ത് ഇബ്രാഹിം ഓതിയാട്ടെ. അറിയില്ല എന്ന് പറഞ്ഞു. രണ്ടാമത്തോനോട് ചോദിച്ചു, എന്റെ പേരെന്താടാന്ന് ചോദിച്ചു. എന്റെ പേര് യൂസുഫാന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, സൂറത്ത് യൂസുഫ് ഒന്ന് ഓതിയാട്ടെ മോനെ.
അറിയില്ല എന്ന് പറഞ്ഞു. മൂന്നാമത്തനോട് ചോദിച്ചു എന്റെ പേരെന്താന്ന് ചോദിച്ചു. ഓൻ ബുദ്ധിയുള്ള ആളാ. ഓൻ പറഞ്ഞു എന്റെ പേര് യാസീനാണ്, എന്നെ എല്ലാരും വിളിക്കല് കുൽഹു അല്ലാഹു എന്നാണ്. അവസാനം ഓൻ കുൽഹു അല്ലാഹു ഓതി കൊടുത്തു. ഓൻ പെണ്ണിനെയും കൊണ്ടുപോയി. ബാക്കി പൊട്ടന്മാരിങ്ങനെ അന്തം വിട്ട് നോക്കിക്കുക. കാത്തു വെച്ചൊരു കാക്കച്ചി മമ്പയം കാക്ക കൊത്തിപ്പോയേ. ഏതാവട്ടെ പെണ്ണിന് ചൊറുക്കില്ല എന്നറിയിക്കും. അല്ലാഹു തആല ഭംഗി കൊടുക്കാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് പെണ്ണിന് അല്ലാഹു തആല ആഭരണം ഹലാലാക്കിയത്. പെണ്ണ് നിങ്ങളോട് സംസാരിക്കുമ്പോ പെണ്ണിന് കയ്യിന് ആക്ഷൻ കൂടുതലായിരിക്കും. ശ്രദ്ധിച്ചാൽ അറിയാൻ കഴിയും. ഇനി എനിക്ക് ഭക്ഷണം തരാതെ പെണ്ണുങ്ങളെ നാട്ടി പറഞ്ഞേക്കരുത്. അല്ലാഹു തആല അല്ലാഹുവിന്റെ റസൂല് പരിശുദ്ധമായ ദീനിൽ ഒരുപാട് സ്ഥാനം നൽകിയവളാണ് പെണ്ണ്. ഏതാവട്ടെ ഞാനതിലേക്കൊന്നും കടന്നു പോകുന്നില്ല. വമല്ലം യുസല്ലി സ്വലാത്തൽ ളുഹ്രി, ഒരാള് ളുഹ്ർ നമസ്കാരം നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ലം യകുൻ ഫീ വജ്ഹിഹി നൂറുൻ, അവന്റെ മുഖത്ത് അല്ലാഹുവിന്റെ നൂറാനിയത്തില്ല. ചെറുപ്പക്കാരെ ഇനി നിങ്ങളോടാണ് ഇവിടെ പന്ത് കളി വെച്ചുവല്ലേ. പന്ത് കളിയെ കുറ്റം പറയുന്നില്ല. ഇവിടെ വോളിബോൾ കളി വെച്ചുവല്ലേ കുറ്റം പറയുന്നില്ല. വമല്ലം യുസല്ലി സ്വലാത്തൽ അസ്രി, ഒരാൾ അസ്ർ നമസ്കാരം നിസ്കരിച്ചില്ലെങ്കിൽ ലം യകുൻ ഫീ അഅ്ളാഇഹി ഖുവ്വ, അവന്റെ അവയവങ്ങളിൽ ശക്തിയില്ല. ഇന്നാള് ഞാൻ ഇത്രയിൽ വന്നപ്പോ ഒരുത്തൻ ഫുട്ബോൾ കളിക്കുമ്പോ ഒരുത്തന്റെ കാലടിച്ച് പൊട്ടിച്ചു കളഞ്ഞു. സുബ്ഹാന ജല്ല. ഒരു മാസം മുമ്പ് കല്യാണത്തിന് വന്നപ്പോ എനിക്ക് അറിയിപ്പ് കിട്ടിയതാണ്. കേൾക്കാൻ കഴിഞ്ഞതൊരു കാല് പൊട്ടി. ഏതാവട്ടെ ചെറുപ്പക്കാരെ, നിങ്ങൾ കളിക്കാൻ പോവുകയാണെങ്കിൽ നിങ്ങൾ നിസ്കരിച്ചിട്ട് പോകണേ. കാരണം അസർ നിസ്കരിക്കാത്ത ഒരു മനുഷ്യന്റെ അവയവത്തിൽ ശക്തി ഉണ്ടാവുകയില്ല. വമല്ലം യുസല്ലി സ്വലാത്തൽ മഗ്രിബി, ഒരാള് മഗ്രിബ് നമസ്കാരം നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ലം യകുൻ ഫീ തുആമിഹി ലദ്ദ, ഭക്ഷണത്തിൽ ഒരു രുചിയും ഉണ്ടാവുകയില്ല. എന്നിട്ട് റസൂല് പറയാണ് വമല്ലം യുസല്ലി സ്വലാത്തൽ ഇശാ, ഒരുത്തൻ ഇശാ നമസ്കാരം നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ലം യകുൻ മുഅ്മിനൻ ഫിദ്ദുനിയാ വൽ ആഖിറ, അവൻ ദുനിയാവിലും ആഖിറത്തിലും അവൻ മുഅ്മിനാവുകയില്ല. ഒരു ഹദീസിൽ കാണാം ഇശാ നിസ്കാരത്തിന്റെ മഹത്വം എന്റെ സമുദായം അറിഞ്ഞിരുന്നുവെങ്കിൽ എഞ്ഞവർ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വരുമായിരുന്നുവെന്ന് മുഹമ്മദ് മുസ്തഫ. നിസ്കരിക്കാത്തവർക്ക് ഭയാനകമായ ശിക്ഷയുണ്ട്, വേദനാജനകമായ ശിക്ഷയുണ്ട്. വളരെ ഗൗരവത്തോടുകൂടെ ചിന്തിക്കേണ്ട വിഷയമാണ്. ഇങ്ങനെ ഓടി നടക്കുന്നു. എങ്ങോട്ടോ ഇവിടെ നമ്മളെ പ്രൈവറ്റ് സെക്രട്ടറി ഇവിടെ ആരും കസേര കൊടുക്കരുത്. ഇവിടെ അവിടെ ഇരുന്നു. നീ പോരുതേട്ടാ. നല്ല ചരിത്രം പറയാൻ പോവാണ്. ഇനി എല്ലാ ഭാഗത്തും പള്ളിയിൽ വരണം. ഇനി പള്ളിയിൽ വന്നിട്ടില്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന കാര്യമാണ് ഇപ്പൊ പറയുന്നത്. ശരിക്കും ശ്രദ്ധിച്ചോളി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഇദാ കാന യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളായി കഴിഞ്ഞാൽ യഖ്റുജു മിൻ ജഹന്നമ ഹയ്യത്തുൻ, ജഹന്നം എന്ന നരകത്തിൽ നിന്നൊരു പാമ്പ് പുറപ്പെടുമത്രേ. അതിന്റെ തല ഇങ്ങനെ നരകത്തിന്റെ മുകളിലേക്ക് ഉയർത്തി പിടിക്കുമത്രേ. എന്താണ് അതിന്റെ പേരെന്നല്ലേ? ഇസ്മുഹാ ജുറൈശ്, അതിന്റെ പേര് ജുറൈശാണ്. റഅസുഹാ, ആ പാമ്പിന്റെ തലയുടെ മാത്രം വലിപ്പം എത്രയാണെന്നറിയോ? ഫൗഖസ്സമാഇസ് സാബിഅ, ഏഴാമാകാശത്തെക്കാളും വലിപ്പമുണ്ട്. തലയുടെ വലിപ്പമാണ് ഈ പറയുന്നത്. ഏഴാമാകാശത്തെക്കാളും വലിപ്പമുള്ള ഒരു പാമ്പ് ഖിയാമത്ത് നാളായി കഴിഞ്ഞാൽ നരകത്തിന്റെ മുകളിലേക്ക് ഇങ്ങനെ തല ഉയർത്തുമത്രേ. വദനബുഹാ, ആ പാമ്പിന്റെ തേറ്റയുടെ വലിപ്പം എത്രയാണെന്നറിയോ? തഹ്തൽ അർളിസ് സാബിഅ, ഏഴാം ഭൂമിയെക്കാളും
വലിപ്പമുണ്ട് അതിന്റെ തേറ്റയുടെ വലിപ്പം. എന്നിട്ട് പറയുകയാ വശഫതുഹാ, അതിന്റെ ചുണ്ടിന്റെ വലിപ്പം മിനൽ മശ്രിഖി ഇലൽ മഗ്രിബി, മശ്രിഖ് മുതൽ മഗ്രിബ് വരെ എത്രത്തോളം വലിപ്പമുണ്ട് ജുറൈസിന്റെ ചുണ്ടിന്. സുമ്മ യുനാദി ഫി അർസാത്തിൽ ഖിയാമ, ഖിയാമത്ത് നാളിന്റെ കാഹളം മുഴങ്ങിയാൽ ആ ജുറൈസ് എന്ന പാമ്പ് തന്റെ തല ഉയർത്തിയിട്ട് ഉറക്കെ അട്ടാസിച്ചിട്ട് വിളിച്ചു പറയുമത്രേ, അർഹമുർറാഹിമായ റബ്ബേ ഇലാഹി ഐന അഹ്ലി, എന്റെ അഹിലുകാരെവിടെ? നാളെ ഖിയാമത്ത് നാളായി കഴിഞ്ഞാൽ എന്റെ വയറ് നിറച്ചു തരാമെന്ന് പറഞ്ഞ എന്റെ ആളുകൾ എവിടെ റബ്ബേ? ആ സമയത്ത് ഇതിങ്ങനെ ആർത്തട്ടഹസിച്ച് വിളിച്ചു പറയുമ്പോൾ മഹാനായ മുഖറബുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം റൂഹുൽ അമീൻ മലക്ക് ജിബ്രീൽ അല്ലാഹുവിന്റെ റസൂൽ ലോകത്തോട് വിട പറഞ്ഞതിന് ശേഷം പിന്നെ ഒരു പ്രാവശ്യം പോലും ഭൂമി ലോകത്തേക്ക് ഇറങ്ങി വരാത്ത അല്ലാഹുവിന്റെ റസൂലിന്റെ സന്തത സഹചാരി മുഖറബുൽ അംലാക്ക് മലക്കുകളുടെ നേതാവാണ്. ബദർ യുദ്ധത്തിൽ ജിബ്രീൽ മഞ്ഞത്തലപ്പാവ് ധരിച്ച ജിബ്രീലിന്റെ നേതൃത്വത്തിൽ പച്ചത്തലപ്പാവധാരികളായ മലക്കുകളാണ് ഇറങ്ങിയത്. മലക്കുകളുടെ അധ്യക്ഷ പദവി അല്ലാഹു തആല നൽകിയ മുഖറബുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വരികയാണ് ജുറൈശിന്റെ അട്ടഹാസം കണ്ടപ്പോ. എന്നിട്ട് ജുറൈശിനോട് ചോദിക്കുന്നു, മാദാ തത്ലുബു യാ ജുറൈശ്, ജുറൈശേ നീ എന്താണ് തേടുന്നത്? ആർത്തട്ടേശിച്ചുകൊണ്ട് എന്താണ് നീ അന്വേഷിക്കുന്നത്? ആ സമയത്ത് ജുറൈശ് എന്ന പാമ്പ് പറഞ്ഞു അത്രേ, അത്ലുബു ഖംസത നഫരിൻ മിൻ ഉമ്മത്തി മുഹമ്മദ്. ഉറക്കെ പറയ്, സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി, അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായത്തിൽ നിന്ന് 5 വിഭാഗത്തെയാണ്, 5 കൂട്ടക്കാരെ എനിക്ക് വേണം, അവരെയാണ് ഞാൻ അന്വേഷിക്കുന്നത്. ആ സമയത്ത് ജിബ്രീൽ ചോദിച്ചു അത്രേ, മൻ ഹൗലാ, ആരാണ് ജുറൈശേ? 5 വിഭാഗം ആരാണ്? ആ കൂട്ടക്കാരൊക്കെയാണ്? ആ സമയത്ത് ജുറൈശ് പറഞ്ഞു തുടങ്ങി, അല്ലവ്വലു, ഒന്നാമത്തത് താരിഖുസ്സലാ, നിസ്കാരം ഒഴിവാക്കിയവരാണ്. പള്ളിമുനാരങ്ങളിൽ നിന്ന് ബാങ്ക് കൊടുത്തപ്പോഴും അവൻ നിസ്കരിക്കാൻ വരാതെ മടി കാണിച്ചവരാണ്. നിസ്കാരത്തെ തൊട്ട് അശ്രദ്ധനായവനാണ്. ഒരു പ്രാവശ്യം മാനവ നിന്റെ അടുത്തേക്ക് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം 5 പ്രാവശ്യം നിന്റെ അടുത്തേക്ക് ഒരു ദിവസം കടന്നു വന്നിട്ട് നിനക്ക് താക്കീത് ചെയ്യുന്നുണ്ട്. എടാ, സുബ്ഹിന്റെ ബാങ്കാണ് പള്ളിയിൽ നിന്ന് കൊടുക്കുന്നത്, പോയിട്ട് നമസ്കരിക്കടാ. എടാ, ളുഹറിന്റെ ബാങ്കാണ് പള്ളിയിൽ നിന്ന് കൊടുക്കുന്നത്, പോയിട്ട് നമസ്കരിക്കടാ. എടാ, അസ്റിന്റെ ബാങ്കാണെടാ പള്ളിയിൽ നിന്ന് കൊടുക്കുന്നത്, പോയി നിസ്കരിക്കടാ. എടാ, മഗ്രിബിന്റെ ബാങ്കാണെടാ വിളിക്കുന്നത്, പോയിട്ട് നമസ്കരിക്കടാ. ഇശാഇന്റെ ബാങ്കാണ് വിളിക്കുന്നത്, പോയിട്ട് നിസ്കരിക്കടാ. ഓരോ ദിവസവും 5 പ്രാവശ്യം അസ്റായിൽ വന്നിട്ട് താക്കീത് ചെയ്യുന്നുണ്ട്. നമ്മൾ അറിയുന്നില്ല, പക്ഷേ ഇവിടെയുള്ള ചേതന വസ്തുക്കൾ മുഴുവനും അത് കാണുന്നുണ്ട്. ഏതാവട്ടെ, ആ കൂട്ടക്കാരാണ്? ഒന്നാമത്തത് നിസ്കാരം ഒഴിവാക്കുന്നവർ. അവർ അല്ലാഹു തആല ജുറൈസിന് ഒരുക്കി വച്ച വിഭാഗമാണ്. ചെറുപ്പക്കാരാ, ഇനി പോയിട്ട് നിന്റെ ജീവിതത്തിന്റെ നാൾ വഴികളിൽ അല്ലാഹു തആല നിർബന്ധമാക്കപ്പെട്ട നിസ്കാരം നീ ഒഴിവാക്കിയാൽ നീ വലിയ കുറ്റമാണ് ചെയ്യുന്നത്. നീ ഇത്രയും കാലം അറിയാത്തവനാണെങ്കിൽ ഇന്ന് നിനക്ക് ഇതിന്റെ ഗൗരവം മനസ്സിലായല്ലോ. ഇനി മുതൽ നീ നിസ്കാരം ഒഴിവാക്കിപ്പോയാൽ നീ വലിയ കുറ്റക്കാരനാണ്. ആകാശത്തെക്കാളും ഭൂമിയെക്കാളും വലിയ കുറ്റം ചെയ്തവനാ. രണ്ടാമത്തതായിട്ട് പറയുന്നു, സക്കാത്ത് കൊടുക്കാത്തവനാണ്.
പൈസയുണ്ട്, പോക്കറ്റിൽ ഒരുപാട് പൈസയുണ്ട്, ബാങ്കിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ പിശുക്കനാണ്. അവന് നല്ല കാര്യത്തിനൊന്നും ചെലവഴിക്കില്ല. അവൻ പിശുക്കനാ, ഏറ്റവും വലിയ പിശുക്കനാണ്. അള്ളാന്റെ റസൂല് പിശുക്കന്മാരെ പറ്റി പറഞ്ഞു, വൽ ബഖീലു അദുവുല്ലാഹ്. എടാ മാനവാ, എന്റെ വയല് കേൾക്കുന്ന സഹോദരിമാരെ, പിശുക്ക് കാണിക്കല്ലേ. പിശുക്ക് കാണിക്കുന്നവർ അദുവുല്ലാഹ്, അവർ അല്ലാഹുവിന്റെ ശത്രുവാണ്. നമ്മളെ കയ്യെപ്പോയും എങ്ങനെ ഉണ്ടാവണം? ഇങ്ങനെ ഉണ്ടാവണം. ഇങ്ങനെ ഉണ്ടാവരുത്. നമ്മുടെ കയ്യെപ്പോയും ഇങ്ങനെ ഉണ്ടാവണം. എന്നിട്ട് റസൂല് പറയാണ്, ദാനധർമ്മം ചെയ്യുന്നവനെ പറ്റി റസൂല് പറഞ്ഞു, ധർമ്മിഷ്ഠൻ അഹബ്ബു ഇലല്ലാഹ്, അവൻ അല്ലാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവനാ. അല്ലാഹ് ഇങ്ങനെ കൊടുക്കുന്ന ആളുകളെ വല്ലാത്ത ഇഷ്ടമാണ്. അവരുടെ മേലിൽ മലക്കുകൾ സ്വലാത്ത് ചൊല്ലുന്നതാണ്. മലക്കുകൾ സ്വലാത്ത് ചൊല്ലുക എന്ന് പറഞ്ഞാൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുമെന്നല്ല. മലക്കുകൾ മുഅ്മിനീങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലുമെന്ന് പറഞ്ഞാൽ മലക്കുകൾ അവർക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കുകയാണ്. അതുകൊണ്ട് ബക്കറ്റ് വരുന്നു, ഇട്ടോളി വൽ ബഖീലു അദുവുല്ലാഹ്, പിശുക്കൻ അല്ലാഹുവിന്റെ ശത്രുവാണ്. നല്ല സമയാണ് നിച്ചാ നിങ്ങൾ വന്നത്. ഏതായാലും ഇന്ന് ബറക്കത്തില്ലെങ്കിൽ ഇനി ഒരിക്കലും ബറക്കത്തുണ്ടാവില്ല. ഇന്ന് ബക്കറ്റിൽ പൈസ കണ്ടില്ലെങ്കിൽ ഇനി ഒരിക്കലും നിച്ച ബക്കറ്റുമായിട്ട് ഇവരുടെ മുന്നിലേക്ക് പോകേണ്ടതില്ല. ഇന്ന് പറഞ്ഞ ഈ ഹദീസിന്റെ മറുപടി നമുക്ക് കിട്ടിയില്ലെങ്കിൽ ഇനിയില്ല. ഏതാവട്ടെ മാനിഉ സക്കാത്ത്, സക്കാത്ത് കൊടുക്കാൻ നാളെ തരാന്ന് പറഞ്ഞാൽ മതി. ഇല്ല നാളെ തരാന്ന് പറഞ്ഞാൽ മതി. ഉണ്ടെങ്കിൽ തന്നെ കൊടുത്താൽ കൊടുത്താൽ മതി. ഏതാവട്ടെ മാനിഉ സക്കാത്ത്, സക്കാത്ത് കൊടുക്കാത്ത ആളുകൾ ഇപ്പോൾ തന്നെ ഒരുങ്ങനെ ജുറൈസിന്റെ ആളുകളാണ്. മൂന്നാമത്തെ വിഭാഗമാരാണ് ശാരിബുൽ ഹംദി, കള്ളിന്റെ കൊപ്പകളിൽ അന്തി ഉറങ്ങാൻ ഓടി നടക്കുന്നത് ആരൊരാളുണ്ടോ അവൻ ജുറൈസിന്റെ വിഭാഗത്തിൽപ്പെട്ടതാണ്. അല്ല ജുറൈസിനെ ഒരുക്കി വറ്റ സംവിധാനിച്ചു വെച്ച വിഭാഗമാണ് ശാരിബുൽ ഹംദി, കള്ളു കുടിക്കുന്നവർ. നമ്മളെ കൂട്ടത്തിലുണ്ടോ? ഇന്ന് തൗബ ചെയ്ത് മടങ്ങിക്കോ. ഇനി ജീവിതത്തിൽ ഒരു പ്രാവശ്യം പോലും ഇങ്ങനത്തെ ഒരു സാഹചര്യം നിനക്ക് കിട്ടിയെന്ന് വരില്ല. ഇന്നൊന്ന് റബ്ബിലേക്ക് തിരിച്ചു നടക്കാൻ ശ്രമിച്ചോളി, തെറ്റുകളൊക്കെ മാറ്റി നിർത്തിയിട്ട്. നാലാമത്തെ വിഭാഗം പറയുകയാണ്, ജുറൈസ് തന്നെ പറയട്ടെ, ആഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നവരാ. ഈ ഭൂമിലോകത്ത് 3 വ്യക്തികളുടെ ദുആക്ക് ഇജാബത്തുണ്ട്. ഒന്ന് മാതാവിൻ്റെത്, ഒന്ന് പിതാവിൻ്റെത്, ഒന്ന് ഉസ്താദിൻ്റെത്. ഈ 3 വിഭാഗം ആളുകളുടെ ദുആഇന്റെയും അല്ലാഹുവിന്റെ ഇടയിലും മറയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ. ഇതെന്താ കടിയാ? കടിയാ? ബാക്കൊന്ന് കൊടുത്തു തരണം. കാരണം എന്താ, ഇവരെ ശ്രദ്ധ പോകും. ഓരോരുത്തരും നോക്കുന്ന കടി തീരാനായോ തീരാനായോ തീരാനായോ. ഏതാവട്ടെ വറാബിഉ, നാലാമത്തത് ആഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്ന ആളുകൾ ജുറൈസിന്റെ ആളുകളാണ്. അഞ്ചാമത്തെ വിഭാഗം പ്രിയപ്പെട്ട ഉപ്പ, പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പ്രിയപ്പെട്ട മക്കളെ, മൻ തകല്ലമ ബികലാമി ദുനിയാ ഫിൽ മസ്ജിദ്, പള്ളിയിൽ വെച്ചുകൊണ്ട് ദുനിയവിയായ സംസാരം സംസാരിക്കുന്നവനും ജുറൈസിന്റെ ആളാ. ഇനി പള്ളിയിലേക്ക് കയറിയാൽ വായയിൽ സീല് വെക്കണേ മാനവാ. പള്ളിയിൽ കയറിയാൽ ഒന്നും മിണ്ടരുത്.
അപ്പുറത്തോൻ സംസാരിക്കാൻ വരും. മിണ്ടരുത് മിണ്ടരുത്, ഇല്ല ഇല്ല ഞാൻ സംസാരിക്കില്ല എന്ന് പറഞ്ഞോളി. സംസാരിച്ചാൽ നീയും ജുറൈസിന്റെ ആളാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിസ്കാരത്തിന്റെ കാര്യം ശ്രദ്ധിക്കണേ. ഇനിയും ഒരുപാട് പറയാനുണ്ട്, നിസ്കാരത്തിന്റെ ശ്രേഷ്ഠതകൾ പറയാനുണ്ട്. അത് സമയമില്ല. ഒരൊറ്റ ചരിത്രം നിസ്കാരത്തെ ഒഴിവാക്കിയാലും നിസ്കാരത്തെ നിസ്സാരപ്പെടുത്തിയാലും തമാശയാക്കിയാലുമുള്ള ഒരൊറ്റ ചരിത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാഴ അവസാനിപ്പിക്കുകയാണ്. ഇർശാദുൽ ഇബാദ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയ ഒരു സംഭവം. ഒരു ചെറുപ്പക്കാരൻ തന്റെ സഹോദരി മരണപ്പെട്ടപ്പോൾ തന്റെ സഹോദരിയുടെ മയ്യത്തുമായിട്ട് ആളുകളൊക്കെ പള്ളിപ്പറമ്പിലേക്ക് പോയി. എല്ലാവരും അവിടെ ദുആ ചെയ്തു, ഫാത്തിഹ ഓതി ദുആ ചെയ്തു. അങ്ങനെ ആ സഹോദരിയെ ആ പെണ്ണിന്റെ ഖബറിന്റെ ആയങ്ങളിലേക്ക് ഇറക്കപ്പെട്ടു. ആ ഇറക്കപ്പെടുന്ന സമയത്ത് ഈ ചെറുപ്പക്കാരന്റെ പോക്കറ്റിലുള്ള പണസഞ്ചി വീണുപോയി. പക്ഷേ ചെറുപ്പക്കാരൻ അത് അറിഞ്ഞിട്ടില്ല. അവസാനം വീട്ടിലെത്തി തന്റെ സഹോദരിയുടെ ജനാസ സംസ്കരണമൊക്കെ കഴിഞ്ഞിട്ട് ആ ചെറുപ്പക്കാരൻ വീട്ടിലെത്തിയിട്ട് പോക്കറ്റ് തപ്പി നോക്കിയപ്പോ പണസഞ്ചി കാണുന്നില്ല. വീണ്ടും ഓടിപ്പോവുകയാണ്. എവിടേക്കാണെന്നറിയോ? തന്റെ സഹോദരിയെ മറമാടിയ പള്ളിപ്പറമ്പിലേക്ക് വീണ്ടും അദ്ദേഹം ഓടിപ്പോവുകയാ. എന്നിട്ട് ആ ഖബർ മാന്തുകയാ. സുബ്ഹാനല്ലാഹ്. ആ ഖബറങ്ങോട്ട് മാന്തിയപ്പോ ആ ഖബറിന്റെ ഉള്ളിൽ നിന്ന് തീജ്വാലയാണ് കാണുന്നത്. തീ ഇങ്ങനെ ആളിക്കത്തുകയാണ്. ഓടി വന്നു, മണ്ണിട്ട് മറമാടിയിട്ട് ഓടി വീട്ടിലേക്ക് വന്നിട്ട് തന്റെ ഉമ്മയുടെ അടുത്തേക്ക് പോയിട്ട് ഉമ്മയോട് പറയാണ്, യാ ഉമ്മ അഖ്ബിർനി അൻ ഉഖ്തി വമാ കാനത് തഅമലൂ. യാ ഉമ്മ, എന്റെ ഉമ്മ, ഞാൻ ഇന്ന് വല്ലാതെ അത്ഭുതകരമായ ഒരു കാര്യം കണ്ടുവല്ലോ. ഞാൻ എന്റെ സഹോദരിയെ മറവ് ചെയ്തിട്ട് വീട്ടിലെത്തിയപ്പോ പണസഞ്ചി ഖബറിൽ വീണാവോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും ഖബറിന്റെ അടുത്തേക്ക് പോയി. ഖബർ മാന്തിയപ്പോൾ എന്റെ സഹോദരിയുടെ ഖബറിന്റെ ഉള്ളിൽ കത്തിജ്വലിക്കുന്ന തീജ്വാലയാണ് ഞാൻ കാണാൻ കഴിഞ്ഞത്. അതുകൊണ്ട് ഉമ്മ അഖ്ബിർനി, എനിക്കറിയിച്ചു തരുക, അന്നുഹുത്തി, എന്റെ സഹോദരിയെ കുറിച്ചൊന്ന് എനിക്ക് പറഞ്ഞു തരിക. വമാ കാനത് തഅമലൂ, ജീവിതകാലത്ത് അവൾ എന്ത് അമലാണ് ചെയ്തത്? ആ സമയത്ത് ഉമ്മ പറഞ്ഞു കൊടുത്തത് എന്താണെന്നറിയോ? യാ വലദീ ഫതഹാവന ബിസ്സലാ, എന്റെ പ്രിയപ്പെട്ട മോനെ, അവളെ ജീവിതകാലത്ത് നിസ്കാരത്തെ കളിയാക്കിയവളാ. നിസ്കാരം അതിന്റെ സമയത്തെയും വിട്ട് പിന്തിച്ചവളാണ്. നിസ്കാരം അതിന്റെ സമയത്തെയും വിട്ടതിന്റെ വക്തിനെയും വിട്ടിട്ട് അവൾ പിന്തിച്ചവളാ. അതിന്റെ കാരണം കൊണ്ടാണ് അവളുടെ ഖബറിന്റെ ഉള്ളിൽ വലിയ തീജ്വാല കാണാനിടയായതെന്ന് ആ ചെറുപ്പക്കാരൻ ഉമ്മയോട് പറഞ്ഞു കൊടുക്കുകയാണ്. അതുകൊണ്ടല്ലേ റസൂല് പറഞ്ഞത്, ഞാൻ അവസാനിപ്പിക്കാൻ, അശദ്ദുന്നാസി സരിഖത്തൻ, മോഷണത്താൽ ഏറ്റവും കൂടുതൽ ജനങ്ങളിൽ അശദ് കഠിനമായവൻ. അവൻ ആരാന്റെ പൈസ എടുത്തവനല്ല, അവൻ ആരാന്റെ മറ്റ് വിലപിടിപ്പുള്ള സാമഗ്രികൾ മോഷ്ടിച്ചവനല്ല. ജനങ്ങളിൽ മോഷണത്താൽ ഏറ്റവും കഠിനമായവന് യസ്രിഖു മിൻ സ്വലാത്തിഹി, 5 വക്ത് നിസ്കാരം കട്ടവനാണ്. 5 വക്ത് നിസ്കാരം കട്ടവനാണ്. നിസ്കാര കള്ളന്മാർ അവരാണ് ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കഠിനമായ മോഷണക്കാരെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. സ്വഹാബത്തിന് പ്രഗൽഭരായ സ്വഹാബക്ക് ആശയം മനസ്സിലായിട്ടില്ല. സ്വഹാബാക്ക് ഇതിന്റെ ആശയം മനസ്സിലായിട്ടില്ല. സ്വഹാബത്ത് പള്ളിക്കൂടത്തിന്റെ കയ്യാല പോലും കയറാൻ അവസരം ലഭിക്കാത്ത ഉമ്മിയായ നബിതങ്ങളോടവർ ചോദിച്ചു, ചോദ്യമുന്നയിച്ചു. മനസ്സിലായോ അതിന്റെ അർത്ഥം?
നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇല്ലാന്നാ പറയാ, തെറ്റിപ്പോയാലോ? ഏതാവട്ടെ, സ്വഹാബത്ത് ചോദിച്ചു, നബിയേ وكيف يسرق من صلاته, എപ്രകാരമാണ് നബിയെ നിസ്കാരം കേൾക്കുന്നത്? നിസ്കാരം കേൾക്കാന്ന് പറഞ്ഞാൽ എന്താണ് നബിയെ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുത്തു, ലാ യുതിമ്മു റുകൂഅഹാ വലാ സുജൂദഹാ വൽ ഖിറാഅത ഫീഹാ. നിസ്കാരത്തിൽ റുക്കൂ പൂർണ്ണമായിട്ട് ചെയ്യാത്തവൻ, നിസ്കാരത്തിൽ സുജൂദ് പൂർണ്ണമായിട്ട് നിർവഹിക്കാത്തവൻ, നിസ്കാരത്തിൽ ഖിറാഅത്ത് പരിപൂർണമായി ഓതാത്തവൻ എന്ന് പറഞ്ഞാൽ ഒരു സൂറത്ത് ഓതിയിട്ട് അവസാനിപ്പിക്കുന്നവനെ പറ്റിയല്ല. ഖുർആനിന്റെ നിയമവും തജ്വീദുകളും ഒക്കെ അനുസരിച്ചുകൊണ്ട് ഖുർആൻ ഓതാത്തവൻ, റുക്കൂഇൽ ചെയ്യേണ്ട സുന്നത്തുകളും ആദാബുകളും ഫർളുകളും ഒക്കെ പാലിച്ചുകൊണ്ട് ചെയ്യാത്തവൻ, സുജൂദിൽ ചെയ്യുന്ന ഫർളുകളും സുന്നത്തുകളും ഒക്കെ പാലിച്ചുകൊണ്ട് ചെയ്യാത്തവൻ, അവനാണ് ജനങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ശർറായവനെന്ന് ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.